തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ നാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡ്രൈവർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണെന്നും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നുമുള്ള വാദങ്ങളാണ് മേയറെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തിയത്. ഇപ്പോൾ ഡ്രൈവർക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻഡ്രോയ് കൂടി രംഗത്തെത്തിയിരിക്കുന്നു. മേയർ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും ഉണ്ടായിട്ടുള്ളതെന്ന് റോഷ്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. അതേസമയം മേയർ ഡ്രൈവർ തർക്കത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഒരു 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത്. ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിംഗ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോകുന്നതിനിടെ ഉണ്ടായ അനുഭവമാണ് നടി റോഷ്ന ആൻഡ്രോയ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. സഹോദരനുമൊത്ത് കാറിൽ പോകുമ്പോഴാണ് സംഭവം. വാഹനത്തിന് കടന്നു പോകാൻ വഴിയില്ലാത്ത സ്ഥലത്ത് വെച്ച തന്റെ വാഹനത്തിന് പിന്നിലെത്തിയ ബസ് നിരന്തരം ഹോൺ മുഴക്കി. പിന്നീട് കാറിനെ ഇടിച്ചെന്ന മട്ടിൽ ഓവർടേക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് താൻ ബസ്സിന് പിന്നിൽ ഹോൺ അടിച്ചപ്പോൾ ബസ് റോഡിൽ നിർത്തി ഇറങ്ങി വന്ന് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ചെയ്തെന്ന് റോഷ്ന ആരോപിക്കുന്നു. അപ്പോൾ തന്നെ ബസിന്റെ ഫോട്ടോ എടുത്തിരുന്നു. റോഡിൽ കണ്ട മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടും സംഭവം പറഞ്ഞു. പോലീസിൽ പരാതി നൽകാൻ അവർ പറഞ്ഞെങ്കിലും സമയക്കുറവ് മൂലം നൽകാനായില്ല. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ആ ഡ്രൈവർ യദുവാണെന്ന് മനസ്സിലായത്. സ്ത്രീവിരുദ്ധനും അഹങ്കാരിയുമായ ഡ്രൈവറെ പലരും ന്യായീകരിക്കുന്നത് കണ്ടതിനാലാണ് തന്റെ അനുഭവം തുറന്നു പറഞ്ഞതെന്നും റോഷ്ന വ്യക്തമാക്കി. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് തെളിവ് തരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ സഹോദരൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു പയ്യനാണ്. അപ്പം അവനും കണ്ടതാണ്. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് അതൊരു തെളിവായിട്ട് എടുക്കില്ലായിരിക്കും. പക്ഷേ എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ബസ്സിലെ കണ്ടക്ടർ സുബിന്റെ മൊഴി പോലീസ് എടുത്തു. താൻ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് കണ്ടക്ടറുടെ മൊഴി. യദു ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്നറിയില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്നും അറിയില്ല. താൻ പിൻസീറ്റിലായതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ലെന്നും ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നും കണ്ടക്ടർ മൊഴി നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം തന്റെ പരാതിയിൽ നടപടിയില്ലാത്തതിനാൽ കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യദുവിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, News 18.